യാതൊരു സംശയമില്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മോഷണം നടത്തിയിട്ടുള്ളതാണ്. അത് വീണയ്ക്കും പൂട്ട് വീഴും. അതിലൂടെ പിണറായി വിജയനും മുഖ്യമന്ത്രിക്കും പൂട്ട് വീഴും. അനുഭവിച്ചേ തീരും. ഒരു സംശയം വേണ്ട. തെറ്റ് ചെയ്തെന്ന് ഉറപ്പിച്ച് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. കണ്ണുകൊണ്ട് കണ്ട കാര്യം നിഷേധിക്കാൻ പറ്റും എനിക്ക്. അതുകൊണ്ടാണ് അതിനകത്ത് പിണറായിയും കുടുംബവും പൂർണ്ണമായി ഉത്തരവാദിത്തമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് 21 22 പ്രാവശ്യം കടത്തിക്കൊണ്ട് പോകും. അപ്പോ ഇത് ചെമ്പിനകത്ത് പറ്റില്ല കൊണ്ടിരുന്നത് സ്വർണം കൊണ്ടുവന്നത്. അതൊക്കെ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. ഇതൊക്കെ പിടിക്കണ്ടേ? ഇതൊക്കെ പിടിക്കാതിരുന്നത് തന്നെ തെറ്റാണ്. ഇത്ര നാൾ നീണ്ടുപോയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഒരു സംശയമില്ല. ഈ ഒരു അധികം താമസിയാതെ നമുക്ക് ഡിസംബറോട് കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അൻവർ കഴിഞ്ഞ 3 ദിവസം മുമ്പ് വരെ അതായത് പിണറായി വിജയനുമായിട്ട് LDF നിന്ന് പിരിയുന്നതിന് മുമ്പ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പിണറായി വിജയന് വേണ്ടി ഇതേപോലെ കുഴൽനൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ആളല്ലേ. അതായത് ഈ ഇതെല്ലാം അറിയാം. CPM എന്താണ്, പിണറായി വിജയൻ എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അയാള് ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞിരിക്കുന്നു. ഇപ്പം അയാളും പിണറായിയായിട്ടുള്ള ബന്ധം എടുത്താലും ചരിത്രങ്ങളൊക്കെ അയാൾ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു. അങ്ങനെ കുറേയേറെ സത്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവസരമാണ് അൻവർ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്റെ ഒരു വിശ്വാസം, വയനാട് യാതൊരു രക്ഷ CPM ഇല്ലല്ലോ. അവിടെ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ BJP കോൺഗ്രസ് അല്ലേ ഉള്ളൂ. സോണിയാഗാന്ധിയുടെ മകളല്ലേ വന്നിരിക്കുന്നത്. എങ്കിലും BJPക്ക് ഒരു നിർണായകമായ സ്വാധീനം അവിടെ ഉണ്ടാവുന്നതിൽ ഒരു സംശയമില്ല. പഴയ രാഹുൽ ഗാന്ധി പോയ പോലെ ഒന്നും ഈ പെങ്കൊച്ചങ്ങ് പോകത്തില്ല. പിന്നെ പാലക്കാട് അത് സംശയം വേണ്ടെന്ന്, അത് നമുക്ക് കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞു. നമ്മുടെ BJP താമര വിരിഞ്ഞു പാലക്കാട്. യാതൊരു 20-ാം തീയതി ഇലക്ഷൻ കഴിയുമ്പോൾ കണ്ടോളൂ, താമര വിരിഞ്ഞിരിക്കും. ചേലക്കരയെ പറ്റി പറയുകയാണെങ്കിൽ ചേലക്കര 10-37 വോട്ട് ഭൂരിപക്ഷത്തിന് രാധാകൃഷ്ണൻ ജയിച്ച നിയമസഭകളാണ്. ആ രാധാകൃഷ്ണൻ എന്തിനും ഇവിടുന്ന് രാജിവെപ്പിച്ചു എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ചേലക്കര ഏറ്റവും നല്ല മന്ത്രി അപ്പൊ എന്താ സ്ഥിതിയും? പിണറായി വിജയന് മകളെ കെട്ടിനെ മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ രാധാകൃഷ്ണൻ ഇവിടെ MLA മന്ത്രിയായിട്ട് ഇരുന്നാൽ അത് പാർട്ടിക്കകത്ത് തർക്കമാവും. മകളെ കെട്ടിന് മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല. അപ്പൊ മകളെ കെട്ടി ശക്തിയായിട്ട് വരാമെന്ന് എല്ലാവരെയും നാട് കടത്തുക എന്നതിന്റെ പേരിലാണ് രാധാകൃഷ്ണനെ അവിടുന്ന് രാജിവെപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത്. ഇത് ചേലക്കര ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അത് തന്നെ രാധാകൃഷ്ണൻ മാത്രമാണോ MAB നാട് കടത്തിയത്? ഐസക്കിനെ നാട് കടത്തിയത് സീറ്റ് കൊടുത്തില്ല. എന്തിന്? ആലപ്പുഴക്കാരൻ നമ്മുടെ സുധാകരൻ കേരളം കണ്ട ഏറ്റവും നല്ല PWD മന്ത്രിയല്ലേ. ആ നല്ല മനുഷ്യൻ ഒരു സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയതിന് മരുമകന് എതിരുണ്ടാവാൻ പാടില്ല. പക്ഷെ ഒരു രക്ഷയില്ല, ജനം വോട്ട് ചെയ്യല. ഈ പിണറായിക്കും കുടുംബവും കള്ള കുടുംബമാണെന്ന് മനസ്സിലായി. കേരളത്തെ കൊള്ളയടിക്കുന്ന കുടുംബമാണ്. കുടുംബത്തെ സഹായിക്കാൻ കഴിയില്ല. എന്റെ വീട്ടിൽ നിന്ന് 3 പ്രാവശ്യം പിടിച്ചോണ്ട് പോയതല്ലേ. ദൈവം തമ്പുരാൻ എനിക്കൂടെ ഈ രാജ്യത്ത് നിയമ സംവിധാനം ഉള്ളതുകൊണ്ട്, ബഹുമാനപ്പെട്ട കോടതി ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയത്. ഇത് ഇവിടെ ഈ കൊള്ളയൊന്നും, അധികാരത്തിന്റെ കൊള്ളയൊന്നും ഇന്ത്യ മഹാരാജ്യം നടക്കില്ല. കാരണം വളരെ ശക്തമായ നീതിപീഠമായി രാജ്യത്തുള്ളത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും സെഷൻ കോടതിയും ജില്ലാ കോടതി, അതുപോലെ സബ് കോടതി, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല മാന്യന്മാരായ ജഡ്ജിമാർ ഇവിടെ ഇരിക്കുകയാണ്, നിയമത്തിന് വില കൊടുക്കുന്നവരാ. അതുകൊണ്ട് ഈ കള്ളക്കച്ചവടം ഒന്നും ഇവിടെ നടക്കില്ല. ഇതെല്ലാം കള്ളന്മാരെല്ലാം അകത്താവുന്നതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.